ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഡോക്ടർ റോബിനെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി ഡോക്ടർ റോബിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഡോക്ടർ റോബിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നൊരു ലൈവ് വീഡിയോയും കൂടെ കണ്ട സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ മതിയാകൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ റോബിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ റോബിൻ എത്രമാത്രം ആഗ്രഹിച്ചാണ് ബിഗ് ബോസിലേക്ക് പോയത്. ആ ഒരു ഷോ വിൻ ചെയ്തിട്ട് വരണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് പോയ ഒരാളാണ്. ഫേമസ് ആകണമെന്നും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം. ഓരോ മനുഷ്യർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ ഡോക്ടർ റോബിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫേമസ് ആകണം, നല്ല ആൾ എന്നെ അറിയണം എന്നൊക്കെ ഉള്ളത്. അപ്പം അറിയുക മാത്രമല്ല, ഒരുപാട് ഹൃദയങ്ങളിൽ ഡോക്ടർ റോബിനെ കയറി പറ്റാനും പറ്റി. കാരണം ഒരുപാട് ആളുകൾ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം ഇന്നും ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇഷ്ടത്തിനൊന്നും ഒരു കുറവും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇന്ന് വരെയുള്ള സീസണിൽ ഉണ്ടായിട്ടില്ല. പിന്നെ നല്ലൊരു ഗെയിമറും ഒരുപാട് ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു ആളും കൂടെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പിന്നെ ഡോക്ടർ റോബിൻ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം അതൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഡോക്ടർ റോബിൻ പറയാറുണ്ട്, ഇന്ന ആഗ്രഹങ്ങളുണ്ട്, ഇത്ര വയസ്സിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം നടക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനൊക്കെ ഒരു ഡിലേ വരുന്നുണ്ട്. പക്ഷേ എല്ലാം കറക്റ്റായിട്ടുള്ള സമയത്ത് നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഡോക്ടർ റോബിൻ ആ ഒരു ഷോയിൽ പോയി ഒരുപാട് ടോർച്ചറിങ്ങും ഇൻസൾട്ടും എല്ലാം അനുഭവിച്ചിട്ടാണ് തിരിച്ചു വന്നത്. എന്നിട്ട് പോലും ഡോക്ടർ റോബിൻ അവിടെ നിന്ന സമയത്ത്, അവിടെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നിന്ന സമയത്ത് ആ ഒരു ഷോയിനെ പറ്റിയിട്ടോ ഇല്ല അണിയറ പ്രവർത്തകരെ പറ്റിയിട്ടോ ഇല്ല ആ ഒരു ഷോയിൻ്റെ നടത്തിപ്പുകാരെ പറ്റിയിട്ടോ ഇല്ല മോഹൻലാൽ സാറിനെ പറ്റിയിട്ടോ ഒന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് വീക്കെൻഡിലൊക്കെ എല്ലാ ദിവസവും ഡോക്ടർ റോബിനായിരുന്നു ഒരിര. കാരണം ഡോക്ടർ റോബിനെ ആയിരുന്നു എപ്പോഴും വഴക്ക് പറയുന്നതും എണീപ്പിച്ച് നിർത്തുന്നതും ഒരുപാട് ശകാരിക്കുന്നതും ഒക്കെ മോഹൻലാൽ സാറ്. പക്ഷേ അതൊക്കെ ഡോക്ടർ റോബിൻ ഭയങ്കര സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത്. അതേപോലെ തന്നെ വഴക്ക് പറയുമ്പോഴാണേലും ഭയങ്കര വിനയത്തോടെ നിൽക്കുന്നതും ഭയങ്കര റെസ്പെക്റ്റോടെ നിൽക്കുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീടുള്ള കണ്ടസ്റ്റൻസിനൊക്കെ അത്രയും റെസ്പെക്റ്റ് മോഹൻലാൽ സാറിനോട് ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഡോക്ടർ റോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയും ഭയങ്കര പൊളൈറ്റായിട്ടും വിനയത്തോടും കൂടിയൊക്കെ ആ സമയത്ത് പെരുമാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഡോക്ടർ റോബിനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഡോക്ടർ റോബിനെ സീക്രട്ട് റൂമിലൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ടോർച്ചറിങ്ങും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അപ്പം ഡോക്ടർ റോബിൻ എന്നിട്ടും ഒന്നും മിണ്ടാതെ അതെല്ലാം സഹിക്കുകയായിരുന്നു. ഡോക്ടർ റോബിനെ ഉപദ്രവിച്ച എല്ലാ കണ്ടസ്റ്റൻറ്റിനോടും അദ്ദേഹം ക്ഷമിച്ച് അവരോടെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ അന്നും ഡോക്ടർ റോബിനോട് ദേഷ്യം തന്നെയായിരുന്നു. അവർ കാണിച്ച സ്നേഹവും ഇല്ലേ ചിരിയും കളിയും ഒക്കെ വെറുതെ പുറമേ ഉള്ളതായിരുന്നു. അകത്തവർക്ക് എന്നും ഡോക്ടർ റോബിനോട് ദേഷ്യമായിരുന്നു. ഇല്ലെങ്കിൽ അവരെല്ലാം വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. അപ്പം തരം കിട്ടുമ്പോഴൊക്കെ ഡോക്ടർ റോബിനെ അവർ ഉപദ്രവിക്കാനാണ് വെളിയിൽ വന്നപ്പോഴും നോക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിൻ അവരിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് പിന്നെ ആഗ്രഹിച്ചു. അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഡോക്ടർ റോബിനെ വീണ്ടും അവർ ഈ ബിഗ് ബോസ് സീസൺ 5 വന്ന സമയത്ത് അതിൻ്റെ റേറ്റിംഗ് ഒക്കെ കുറഞ്ഞു, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഗസ്റ്റായിട്ട് ഡോക്ടർ റോബിൻ പോയപ്പോൾ അവിടെ പോയിട്ട് വലിയ ആളാവേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു എന്താണ് ജോലി, എന്താണ് അവിടെ ചെയ്യാൻ പറഞ്ഞത് അത് ഡോക്ടർ റോബിൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്യായം അനീതിയൊക്കെ നേരിടുന്നത് കണ്ടപ്പം, ഇല്ലെങ്കിൽ അന്യായം അനീതി എന്ന് തോന്നുന്ന കാര്യത്തിന് ഡോക്ടർ റോബിൻ അവിടെ പ്രതികരിച്ചു. ആ പ്രതികരണം ആ ഒരു ഷോയുടെ നടത്തിപ്പുകാർക്ക് ഇഷ്ടമില്ലാതെ അവർ ഡോക്ടർ റോബിനെ ഒരു ദയയില്ലാതെ പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മളവരെ ദൈവത്തെ പോലെയാണ് കരുതുന്നത്. അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഗസ്റ്റിനെയൊക്കെ നമ്മൾ ദൈവത്തെ പോലെ കരുതിയിട്ടാണ് അവരെ വരുന്നതോ ഇല്ലെങ്കിൽ അവർ നിൽക്കുന്നതോ ഒക്കെ നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. അപ്പം അവർ പോകുന്നിടം വരെ നമ്മൾ അവരെ നല്ല രീതിക്ക് തന്നെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഷോയിൽ ഇങ്ങനെ ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചിട്ട് ഈ ഒരു കാര്യത്തിന് അവർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഡോക്ടർ റോബിനെ പറഞ്ഞയച്ചത്. അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് ഡോക്ടർ റോബിൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം മീഡിയയോടും ഇല്ല ജനങ്ങളോടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഡോക്ടർ റോബിനെ ക്രൂശിക്കുകയായിരുന്നു. ഈ യൂട്യൂബേഴ്സും ഇല്ലെങ്കിൽ കുറേ ജനങ്ങൾ, ഡോക്ടർ റോബിൻ്റെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ അതൊക്കെ എടുത്ത് ആഘോഷിക്കുമായിരുന്നില്ല. ഡോക്ടർ റോബിൻ ഒരു നന്ദി കെട്ടവനാണ്, ഡോക്ടർ റോബിനെ ആർക്കും അറിയത്തില്ലായിരുന്നു, അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ഇത്രയും ഫേമസ് ആയി. ആ മനുഷ്യന് അതിനുള്ള ഭാഗ്യമുള്ളതുകൊണ്ടാണ്. വേറെ എത്രയോ പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ കയറി പറ്റാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഡോക്ടർ റോബിനിൽ എന്തോ ഉണ്ട്
അല്ലേ? എന്തോ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തിന് ഇത്ര ഇഷ്ടപ്പെട്ടത്. മറ്റുള്ളവരൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അവർക്കും അവരവസരം കൊടുത്തതല്ലേ. അപ്പോൾ ഡോക്ടർ റോബിൻ്റെ കഴിവും ഡോക്ടർ റോബിൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഇത്ര ആളുകൾ അദ്ദേഹത്തിന് ഇത്രയും മകനെ പോലെയും ബ്രദറിനെ പോലെയൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെയൊക്കെ അവസരം കൊടുത്ത ഒരു ഷോയെയാണ് തള്ളി പറയുന്നത്. അതിനെതിരെയാണ് ഇത്രയും ഒക്കെ പറയുന്നത്. നന്ദി കെട്ടവനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇനി പറയാനൊന്നും ബാക്കിയില്ല. ഇപ്പം ബിഗ് ബോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലയും കുലുക്കി വായും പൊളിച്ച് തലയും ചൊറിഞ്ഞ് ഉറക്കം തൂങ്ങി നടക്കുന്ന ഒരു യൂട്യൂബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമൊക്കെ ഡോക്ടർ റോബിനെ ഒരുപാട് വലിച്ചു കീറി ഒട്ടിച്ചതാണ്. അദ്ദേഹം എപ്പോഴും ഡോക്ടർ റോബിനെ ആക്ഷേപിക്കാനും അപമാനിക്കാനും മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഒരുപാട് പുച്ഛിക്കുകയും ഒരുപാട് ആക്ഷേപിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ കാറിനകത്ത് കയറിയിരുന്ന് ചെയ്ത ഒരു യൂട്യൂബറാണ് ഇപ്പം ബിഗ് ബോസ് സീസൺ 6 അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാരം നടക്കുന്നത്. അപ്പോൾ ആ ഒരു യൂട്യൂബർ, വേറെയും കുറേ യൂട്യൂബർ, അവരെല്ലാവരും ഡോക്ടർ റോബിനെ ഉപദ്രവിക്കാനുള്ള ഒരു അവസരവും പാഴാക്കാതെ കുറേ വീഡിയോസൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ എത്ര അപമാനിക്കാവോ അത്രയും അപമാനിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ഞാനൊരു ലൈവ് വീഡിയോ അഖിൽ മാരാറുടെ കണ്ടു. അഖിൽ മാരാർ ഒരു വിന്നറായിട്ട് വന്ന ഒരാളാണല്ലോ. അപ്പോൾ അഖിൽ മാരാർ അത്ര വലിയൊരു ഗെയിമറോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. പക്ഷേ എന്നാലും കുറേ പേർക്ക് അഖിൽ മാരാറിനെ ഇഷ്ടമായിരുന്നു. വേറെ അദ്ദേഹത്തിന് പറ്റിയ മത്സരാർത്ഥികളില്ലെങ്കിൽ അവിടെ ഭയങ്കര ശക്തരായ മത്സരാർത്ഥികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അഖിൽ മാരാർ കൂട്ടത്തിൽ നല്ലവൻ അല്ലെങ്കിൽ കൂട്ടത്തിൽ എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ആ ഒരു ബിഗ് ബോസ് ഷോ വിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വിന്നറായ ഒരാളാണ് ഇപ്പം വന്നിരുന്നിട്ട് ആ ഒരു ഷോയുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നത്. ഡോക്ടർ റോബിൻ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ട്. പക്ഷേ അഖിൽ മാരാർ വിന്നറായിട്ട് തിരിച്ചു വന്ന സമയത്ത് ഡോക്ടർ റോബിൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഡോക്ടർ റോബിൻ നന്ദികേട് പറയാൻ പാടില്ല, അത് ഡോക്ടർ റോബിൻ ചെയ്തത് തെറ്റാണ്, നമുക്കൊരു അവസരം തന്ന ഒരു ഷോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ റോബിനെ അവിടെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പം അയാൾക്ക് എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഇന്നിപ്പോൾ അയാൾ ആ ഷോയിൽ നിന്നും കിട്ടിയ ഒരു ഫെയിം വെച്ചിട്ട് കുറേയേറെ കാശും എല്ലാം ഉണ്ടാക്കി അയാൾക്ക് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പം ഉള്ള സത്യം തുറന്നു പറയാമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവും ഇപ്പം അയാൾ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിനുള്ള ആദ്യം ധൈര്യം കാണിച്ചത് ഡോക്ടർ റോബിനാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഉള്ള സത്യം പുറത്ത് പറഞ്ഞതിന് അദ്ദേഹം അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. അനാഥാലയത്തിൽ പോയി കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് കൊടുത്തതിന് ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ല. ഒരു കാറ് വാങ്ങണം എന്ന് പറഞ്ഞതിന് അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. അങ്ങനെ ഈ ഒരു സമൂഹം ഡോക്ടർ റോബിനെ പിച്ചി ചീന്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്സാഹവും ഇല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും നേടണമെന്നുള്ള ഒരു ആഗ്രഹവും ആ ഒരു തീയാണ് ആളിക്കത്തിക്കൊണ്ടിരുന്നതിന് വെള്ളം ഒഴിച്ച് കെടുത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം നല്ലവരായ ആളുകളെ ഒന്നും ഉയർന്നു വരാനായിട്ട് സമ്മതിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത്. കുറേ കഴിയുമ്പോഴാണ് ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുന്നത്. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഡോക്ടർ റോബിൻ ഇതെല്ലാം തരണം ചെയ്ത് ഇപ്പോഴും നല്ല സഹനശക്തിയോടുകൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡോക്ടർ റോബിൻ്റെ കരിയറിലുണ്ടാകുന്ന ഉയർച്ച കാണാനാണ് ഭയങ്കര ആഗ്രഹം. ഇല്ലാതെ അദ്ദേഹം ആരെ കല്യാണം കഴിക്കുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനായിട്ടല്ല എനിക്ക് കൂടുതൽ ആഗ്രഹം. എനിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിലുണ്ടാകുന്ന ഒരുപാട് നല്ല നല്ല ഡെവലപ്മെൻറ്റ്സ് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഡോക്ടർ റോബിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, കരിയറിൽ ഒരുപാട് പുരോഗതി ഉണ്ടാകട്ടെ, ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ. നല്ലവരായ മനുഷ്യരെ കാലം കല്ലെറിയുമെങ്കിലും കുറേ ദിവസങ്ങൾ കഴിയുമ്പം അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിയുമ്പം അവർ സത്യമൊക്കെ ബോധ്യപ്പെട്ട് കഴിയുമ്പം അവർ നമ്മളെ അംഗീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പം ഡോക്ടർ റോബിനോടുള്ള എല്ലാ റെസ്പെക്റ്റും അറിയിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.